അപ്പൊ 2 വർഷം മുൻപ്, 3 മാസം മുൻപ് ഞാൻ ഈ അമ്പലത്തിൽ വന്നത്, നമ്മളെല്ലാരും കൂടി. അപ്പൊ ഈ അമ്പലത്തിനെ അന്ന് വന്നപ്പോ നല്ല രസമായിരുന്നു, പ്രകൃതിയായിട്ടാണെങ്കിലും കാണാനൊക്കെ ആയിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് എനിക്ക് ഫീൽ ചെയ്തന്ന്. അപ്പൊ ആ അമ്പലത്തേക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഏതാണ് അമ്പലം? നമ്മുടെ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അതെ, കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടുത്തെ തിരുമേനി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടും കൂടിയാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം പിന്നെ സംസാരിച്ചു, നല്ല ഫ്രണ്ട്ഷിപ്പ്, പിന്നെ നമ്മളെല്ലാം സൂര്യാമതി കണ്ടു, അങ്ങനെ കണ്ട് നമുക്ക് എല്ലാം പരിചയമായി. ഇപ്പൊ പിന്നെ അത് മാത്രല്ല, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോ ഒരു പ്രത്യേക എനർജിയാണ്. അദ്ദേഹത്തിന്റെ എനർജി കൂടിയും നമുക്ക് കിട്ടും. അത് ഈ സമയത്ത്, ഈ കാലഘട്ടത്തിലെ ചില വീഡിയോസ് പറയും ഓറ ഫാമിംഗ് അല്ലേ ഇതൊക്കെ തിരുമേനിക്കുണ്ട്. പ്രത്യേക ചൈതന്യം, നല്ല രസമാണ് തിരുമേനിയോടൊക്കെ എന്ന് പറയാം. കൊള്ളാന്നില്ല. അപ്പൊ നമുക്ക് പോവാല്ലോ അമ്പലത്തേക്ക്. അപ്പൊ നമുക്ക് അമ്പലം ഒന്ന് പോയി കാണാം. വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളല്ലേ നല്ലൊരു അമ്പലമാണ്, നല്ല ഐശ്വര്യമുള്ള ഒരു അടിപൊളി അമ്പലം. അപ്പൊ നമ്മള് ഇവിടെ വന്നപ്പോ തന്നെ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞു തുടക്കാനെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഗാനമേളൊക്കെ ഉണ്ടല്ലോ, ട്രെൻഡ് പാട്ടൊക്കെ ഇപ്പൊ പാട്ട് കേട്ടാ. അത് വീരനാട്യാണ്. വീരനാട്യം ഇന്നലെ ഉണ്ടായിരുന്നു. ആണോ? പാടണില്ലാരും പാട്ട് കേൾക്കാണ്ട്, പക്ഷെ ചിലപ്പോ ഗ്യാപ്പ് ആവും, ചിലപ്പോ ഇട്ടിരിക്കും. അത് ഇവിടെ ഉള്ള ആൾക്കാര് തന്നെയാവുന്നു കേട്ടോ. കരോഗ പാട്ടാണ്. ഇത് പാടണില്ല. അപ്പൊ എന്താ വെച്ചാലേ പാട്ട് കഴിഞ്ഞു, ഗ്യാപ്പാ. ആ സമയത്ത് ഇട്ടതാവും. ഞാൻ അത് കൊള്ളാം. ഈ വഴിയൊക്കെ എന്ത് രസമൊക്കെ കാണാനായിട്ട്, നല്ല രസമുള്ള വഴികള്. അതെ, പിന്നെ ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗാനമേള. അതുപോലെ തന്നെ പൈതൃക സിനിമ, ആ മൂവി ലൊക്കേഷൻ പ്ലേസ് പോലല്ലേ ശ്രദ്ധിച്ചത്? അതേ ഒരു ട്രഡീഷണൽ വൈബ് കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മ വരും, നമ്മള് 6 തമ്പുരാൻ സിനിമയില്ലേ, 6 തമ്പുരാൻ സിനിമയിൽ ആ ഒരു മറ്റേ എന്താ പറയാ, ഈ ചുറ്റമ്പലും അതൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയല്ല കാണാൻ. അതേ വഴിയായിരുന്നു തിരുമല. പിന്നെ അതന്നെ, പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യട്ടോ, ഈ കല്ലിട്ട് നന്നായിട്ടുണ്ട്. നമ്മളിവിടെ വരുമ്പോ ഫുള്ള് ചരലായിരുന്നു, ഇവിടെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ഇപ്പൊ ഒക്കെ നന്നായിട്ടുണ്ട്. അയ്യപ്പന്റെ പ്രതിഷ്ഠ കൊള്ളാം. ഉപദേവതകളായിട്ട് ഈ പണിത്തര പഴയ ഭാഗം അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ നല്ല ഗാനമേള നടന്നുകൊണ്ടിരിക്കട്ടെ അല്ലേ? അങ്ങനെ നമ്മൾ കറങ്ങി അവസാന ഫ്രണ്ടിൽ തന്നെ വന്നു, വീണ്ടും റൗണ്ട് അടിച്ചു വന്നു. അപ്പോ നല്ല നമുക്ക് എന്താ വെച്ചാൽ വേറെ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് സ്വസ്ഥമായിട്ട് വന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുന്നത്, അങ്ങനെ വന്നിട്ട് സുഖമായിട്ട് നമുക്ക് ഇവിടെ അത് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് പ്രത്യേക ഒരു പോസിറ്റീവ് ഇത് കിട്ടുന്നുണ്ട്. കൊണ്ടാട്ടം അല്ല, നമുക്കിനി ഗാനമേള ജസ്റ്റ് വെറുതെ ആ സ്ഥലത്ത് കണ്ടിട്ട് വരാം. എന്താ പരിപാടി നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ ഗാനമേള അല്ലാട്ടത് ഒരു സംഭവം എന്താ വെച്ചാലേ, പാട്ടിട്ടിട്ട് അവർ ഡാൻസ് കളിച്ചോണ്ടിരിക്കണ്ടല്ലേ, പാട്ടിട്ട് അവർ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. അതാണ്ടല്ലേ അത് ഓരോരോ ക്ലിപ്പായിട്ട് മനസ്സിലാച്ചാ. എന്നുവെച്ചാ ഒരു ഡാൻസിൽ 24 പാട്ടുണ്ടാവും. അതെ, ഡയലോഗും ഗാനങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നുമില്ല, ഞാൻ ജീവിതത്തിൽ അടിച്ചപ്പോ ഏലുണ്ടായിരുന്നു അവസാനം ആനിവേഴ്സറിക്ക്, അത് കളിച്ചു. അങ്ങനെ അത്യാവശ്യം ആൾക്കാരുണ്ടോ കാണാൻ. വേണ്ടില്ലേ, ഇതാണ് ഡാൻസ്. നല്ല അടിപൊളി പാട്ടൊക്കെയാണ്. പിന്നെ അവിടെ കണ്ടില്ലേ വീരനാട്യത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, കണ്ടില്ല. അപ്പൊ എന്തുകൊണ്ട് വീരനാട്യം 10-10:30 ആവും കഴിയുമ്പോൾ. അതിപ്പോ ട്രെൻഡായി കൊണ്ടിരിക്കും വീരനാട്യമൊക്കെ ഇപ്പൊ എല്ലായിടത്തും പലയിടത്തും. ഇതാണ് ഈ അമ്പലത്തിന്റെ കുളം എന്ന് പറയുന്നത്. ഇത് ശരിക്കും രാവിലെ വന്ന് കാണണല്ലോ ചാ, ഇത് ശരിക്കും രാവിലെ വന്ന് കാണേണ്ട കുളമാണ് ഇത്. കണ്ടില്ലേ, അവിടെ നിന്ന് ആ ഭാഗത്തായിട്ട് ഇറക്കുന്നുണ്ട്, കണ്ടില്ലേ, അവിടെ നിന്നാണ് ഇറങ്ങുക. 4 എന്ന് വെച്ചാൽ 2 സൈഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഒന്ന് ഈ കാണുന്ന സ്ഥലത്തു നിന്നും, അതുപോലെ തന്നെ കാണുന്ന സൈഡിൽ നിന്ന്, കണ്ടില്ലേ, സൈഡിൽ കാണാം. 2 സൈഡിലും പടവുണ്ട്. ഞാനിവിടെ ഒരിക്കൽ രാവിലെ വന്നിട്ടുണ്ട്, പകല് വന്നിട്ടുണ്ട്. അപ്പൊ അന്നേരം നമ്മള് ആ സ്റ്റെപ്പിൽ വന്നിരുന്ന് ഓർക്കണ്ട, നമ്മൾ ആ സ്റ്റെപ്പിൽ വന്നിരുന്നിട്ട് അതെ അത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. തിരുമേനി ഈ അമ്പലത്തിന്റെ പ്രത്യേകതകളും ഇവിടുത്തെ പ്രകൃതി ഭംഗിയെ കുറിച്ചൊന്ന് പറയാൻ സാധിക്കും? ഇവിടെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലക്കുളം ഉണ്ട്. പിന്നെ ഈ അമ്പലം ഘടോത്കചൻ പ്രതിഷ്ഠിപ്പിച്ചതാണ്. ദ്വാപരയുഗത്തിലാന്നാ പറയണേ. പിന്നെന്താ വെച്ചാൽ ദ്വാപരയുഗത്തിൽ പറയുമ്പോൾ ഇവിടെ അവിടുത്തെ കുന്നംകുളം കടവല്ലൂർ, ഈ കടവല്ലൂർ ഒരുമിച്ച് പ്രതിഷ്ഠിപ്പിച്ച കാരണമാണ് ഇവിടെയും കടവല്ലൂരും എന്ന് പേര് വന്നു. മറ്റേ കടവല്ലൂർ അവസാനം മറ്റും കടവല്ലൂരായി.
ഇങ്ങനെയാണ് മറ്റങ്കടവല്ലൂർ. അങ്ങനെ മറ്റങ്കടവല്ലൂർ. അച്ഛൻ വന്നുട്ടോ. നമസ്കാരം. ഇവിടെ എന്താ പറയുക, ഗുരുവായൂർ കൃഷ്ണനാട്ടം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആയിരുന്നു ഇത്ര കൃഷ്ണനാട്ടം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ 10 ദിവസം ഉത്സവമായിരുന്നു. ഇപ്പോൾ അത് എന്താ വെച്ചാൽ ക്ഷയിച്ച്. കാരണം ഇപ്പോൾ ഒരു ദിവസം ഒരാനയോടുകൂടി ഉത്സവം, പിന്നെ പുണർദം നാളിലാണ് ഉത്സവം. ഇപ്പൊ ഒരു ഈ ഭീമ ഏകാദശിയില് നടക്കുന്നത്, അതല്ലേ ഇപ്പൊ? ഇപ്പൊ ഭീമ ഏകാദശി. അതെന്താണ് ആ സംഭവം എന്ന് പറയുന്നത്? ഒരു കാട്ടിലെ രാക്ഷസൻ ബകാസുരനെ കൊല്ലാൻ പോയ സമയത്ത്, ആ സമയത്ത് ഭീമൻ പോയി. അപ്പൊ കുന്തിദേവി മകന് വേണ്ടിയിട്ട് വ്രതം എടുത്തു എന്നാണ് പറയണത്. ഭീമന് വേണ്ടിയിട്ട്. അതാണ് ഭീമ ഏകാദശി എന്ന് പറയുന്നത്. ഭീമന് വേണ്ടി അതിപ്പോ എല്ലാവരും എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ രമേശ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് ഇവിടെ നടവഴിയും കാര്യങ്ങളൊക്കെ നടത്തിയത്. ഒരുപാട് ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടും കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അമ്പലം ആയി. അതെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, അമ്പലം, നമ്മൾ ഈ അമ്പലം എന്ന് പറയുന്നത് കുറേ വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണത്. ഇപ്പൊ ഇങ്ങനെയുള്ള അമ്പലങ്ങൾ കാണാന്ന് തന്നെ പറഞ്ഞ അപൂർവമാണ്. ഒക്കെ പൊളിച്ച് പുതിയ മോഡലാക്കി പണിത് അങ്ങനെയൊക്കെ ആക്കിയേക്കണം. ഇപ്പൊ ഇതൊക്കെ ആണെങ്കിലും കണ്ടു, ഈ കെട്ടൊക്കെ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിരിക്കണം. അത്രയും വർഷപ്പഴക്കുണ്ട് ഇതിന്. അത്രയും വർഷം പഴക്കുണ്ട് ഇതിന്. ഇപ്പൊ ഇവിടുത്തെ മഠത്തിലത്തെ കൃഷ്ണനുണ്ണി മാഷും ടീച്ചറും സുഹാസിനി ടീച്ചർ അവരുടെ മോളുടെ വകയാണ് ഇത് നടത്തിയിട്ടുള്ളത്. അതല്ലേ. ഗാനമേള നടക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ വീരനാട്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ടെന്ന് പറഞ്ഞു. 10-10:30 വരെ പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗംഭീരമായി നടക്കുന്നുണ്ട്. ഈ കമ്മിറ്റി അധികാരത്തിലേറിയിട്ട് 9 വർഷം എന്തോ 8-9 വർഷമായി. അതിനുശേഷം ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ കർക്കിടകത്തില് വിശേഷമാണ് ഇവിടെ. കർക്കിടക മാസം ഗണപതി ഹോമം, ഭഗവത് സേവ ഒക്കെ ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ശ്രീരാമസ്വാമിയുടെ അമ്പലമാണല്ലോ. പിന്നെ പ്രത്യേകത കാണുമോ? പിന്നെ നവരാത്രിയിൽ 10 ദിവസം സരസ്വതി ദേവിക്ക് പദ്മൊട്ട് പൂജ, ഫോട്ടോ വെച്ച് പൂജ, ആരാധിക്കൽ ഒക്കെ ഉണ്ട്. തിരുമേനിപ്പോ ഇവിടെ 4 വർഷം. ഞാൻ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. 4ാമത്തെ പൂരമാണ്. ഞാൻ വരുമ്പോ എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഇത് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആയതുള്ളൂ. ഇത് ഇവിടെ വരുമ്പോ വേറെ പ്രത്യേകത ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോ നമ്മളൊരു എന്തെന്ന് പറയാ, ആ ഒരു വല്ലാത്തൊരു ഫീൽ അതിന്റെ ഉള്ളിൽ വരും. അതെല്ലാവരും പറയുന്നുണ്ട്. ഒരു പ്രത്യേക ഫീലാണ്. അതെല്ലാവരും പറയുന്നുണ്ട്. കാരണം എന്താ, നമ്മളിപ്പോ അധികം ആളില്ല, തിരക്കില്ല, നല്ല സ്വസ്ഥമായിട്ടുള്ള നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ കാണുന്ന അതേ ഒരു രീതിയിൽ അമ്പലവും കാര്യങ്ങളും. ഇവരുടെ ഊരായ്മക്കാരാണ് ഇവിടെ മുമ്പിലുള്ള വീട്ടുകാര്. പണ്ട് എന്താ വെച്ചാൽ സാമൂതിരി രാജാവിന്റെ പടനായകനായിരുന്നു ഇത്ര ഇവിടുത്തെ ഇവരുടെ അച്ഛൻ നമ്പുരാൻ. ഇപ്പൊ അങ്ങനെ പറയണ കേട്ടിട്ടുള്ളത്, നമുക്കിതൊന്നും അറിവ് അല്ല. അതൊക്കെ ഇങ്ങനെ ഈ മറ്റെന്താ പറയാ, ചരിത്രങ്ങളാണല്ലോ. അതൊന്നും നമുക്ക് അറിയില്ല. ഞാൻ വന്നിട്ട് 4 വർഷം കേട്ട് വരണുള്ളൂ. പിന്നെ അമ്പലത്തിൽ വന്നുകൊണ്ട് തിരുമേനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പും എപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ കാണുമ്പോഴൊക്കെ കാണാറുണ്ട്. മിക്ക ദിവസവും ഗുരുവായൂർ വരാറുണ്ട്. അങ്ങനെ നമ്മളിവിടെ ചെല്ലാണ് തിരുമേന്റെ വീട്ടിലേക്ക്. ഇതാണ് വീട്. അങ്ങനെ തിരുമേന്റെ വീട്ടിൽ നമ്മളെത്തി. എന്ത് രസമൊക്കെ കാണാനായിട്ട് ഇവിടെ. പ്രദേശം നല്ല രസമല്ലേ പ്രദേശം? ഈ പ്ലാവും കൊള്ളാം ഇവിടെ. കൊള്ളാം. അമ്പലം വകയുള്ള എന്റെ കൊച്ചു വീട്, ചെറിയ വീട്. അതാണ് വീട്. നല്ല വീടാണ്. എത്ര മുണ്ടാ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നല്ലോ വെച്ചാൽ. നല്ലൊരു അമ്പലം വ്ളോഗ് ആയിരുന്നു, ടെമ്പിൾ വ്ളോഗ്. നൈസ് ആയിരുന്നു. തിരുമേനൊക്കെ സംസാരിച്ചു. കൊള്ളാം. അമ്പലം അടിപൊളി. ഇപ്പോൾ പുതിയ സെറ്റപ്പും കാര്യങ്ങളും സ്പോൺസർഷിപ്പ് ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. നല്ല രീതിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല കാര്യമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.